നോക്കി എന്നാ ഞാൻ ഇറങ്ങട്ടെ, ഇന്നത്തിന് നേരത്തെ എത്തണം ഓഫീസിൽ. എന്നാ ശരി, നീ പോയിക്കോ. ഞാൻ കുറച്ച് വൈകും. എന്തായാലും നീ സമയം കളയണ്ട, പോയിക്കോ. ശരി എന്നാ. ഉമ്മ, വാഷിംഗ് മെഷീനിലെ തുണി ഇട്ടിട്ടുണ്ട്, അതൊന്ന് ഡ്രൈ ചെയ്തിട്ട് ഒന്ന് ഉണക്കാൻ ഇടുവോ? ഇനി ഇന്നലത്തെ തുണി തിരുമ്പിയിട്ടതൊന്നും എടുത്തു വെച്ചിട്ടില്ല, അതൊക്കെ ഒന്ന് എടുത്തു വെക്കണ്ടോളൂ. ഉമ്മ, മഴ വെറ്റി തോന്നുന്നു, ഒന്ന് കൊപ്പറ മുകളിൽ ഉണക്കാനിട്ടുണ്ട്, അതും ഒന്ന് എടുത്തേക്ക്. എടുത്തു വെക്കാം. ഇങ്ങനെ ഒരു അമ്മായിയമ്മയുള്ളത് നന്നായി, അല്ലെങ്കിൽ പിന്നെ എല്ലാ പണികളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. കഴിക്കാൻ എന്താണ്? ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചമ്മന്തി ഉണ്ട്, എടുക്കട്ടെ? ചമ്മന്തി എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിയില്ല ഉമ്മക്ക്. അത് ചട്നി സാമ്പാറും ഉണ്ടാക്കി കൂടെ? എന്തായാലും അവർക്ക് സമയായി. ഡാ മാനെ, എനിക്ക് തീരെ വയ്യടാ. ഒരാഴ്ചയായിട്ട് കാലും മുട്ട് ഭയങ്കര വേദന, ഒരാത്തതിന് ഇടുപ്പും ഭയങ്കര വേദന. ആ മുട്ടിക്കുളങ്ങനെ എണ്ണയിട്ടിട്ട് തിരുമ്പിയിട്ടാണ് ഞാൻ ഒരാഴ്ചയായിട്ട് നടക്കുന്നത്. നിങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിലത്തെ പണികളൊക്കെ ഞാനല്ലേ ചെയ്യുന്നത്. എനിക്ക് തീരെ ആവില്ല. എനിക്ക് എന്നോ ഒന്നും ഒഴിവുണ്ടാവുക. എനിക്കൊന്ന് ഡോക്ടറിനെ കാണിക്കണം. പിന്നെ ഡോക്ടർ തരുന്ന മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഭേദം ഉണ്ടാവുമല്ലോ. എപ്പോഴാണ് നിന്റെ ലീവ് നോക്കി ഞാൻ ഇരിക്കുന്നത്. എന്നാ നീ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുക? എന്തായാലും നാളെയും മറ്റന്നാളൊന്നും എനിക്ക് ലീവേ ഇല്ല. അടുത്ത ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ആണല്ലോ. അന്ന് നിങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുക പോരെ? അത് മതി, ശനിയാഴ്ച ആവട്ടെന്നാ. ഞാനേ മേലെ പോയിട്ട് ആ തുണികളൊക്കെ ഒന്ന് ഉണക്കാനിട്ട്, അവള് പോകുമ്പോ പറഞ്ഞിട്ട് പോയതാണ് വാഷിംഗ് മെഷീനിലെ തുണിയൊന്നും ഒന്ന് ഉണക്കാനിടും. അപ്പൊ നീ അത് കഴിച്ചിട്ട് ആ പാത്രമൊക്കെ ആ വാഷ് ബേസിൽ കൊണ്ടിട്ടിട്ടേ നീ പോയിക്കോട്ടാ. നോക്കി, നാളെ ലീവായിട്ടേ എന്താ പരിപാടി? നാളെ സെക്കൻഡ് സാറ്റർഡേ അല്ലേ. ഉമ്മാനെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഉമ്മ കുറെ ആയി പറയുന്നത്. കാലുവേദനയാ കൈവേദനയാ എന്തൊക്കെയോ ഉണ്ടത്രേ. അപ്പോൾ എന്തായാലും സെക്കൻഡ് സാറ്റർഡേ ഒഴിവാണ്, കൊണ്ടുപോകാന്ന് പറഞ്ഞു വെച്ചിരിക്കുക. അപ്പൊ എന്തായാലും ഉമ്മാനെയും കൊണ്ട് നാളെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. അയ്യോ, അത് പറ്റില്ല. എനിക്ക് എന്റെ വീട്ടിൽ പോകണം. എന്റെ മാമാന്റെ മകളുടെ കല്യാണമാണ് അടുത്ത ആഴ്ച. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഒരാഴ്ച മുമ്പെങ്കിലും പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടേ? എന്റെ കല്യാണത്തിലൊക്കെ മുന്നിൽ തന്നെ നിന്ന് നടത്തി തന്നതാണ് മാമ. അയ്യോ, എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് എപ്പോഴാ ലീവ് കിട്ടുന്നത് കൊണ്ട് കാത്തിരിക്കുകയായിരുന്നു. പോയേ പറ്റുള്ളൂ. നാളെ തന്നെ പോകണമെന്നുണ്ട്. വേറെ ഏതെങ്കിലും ദിവസം പോയാൽ പോരെ? ഉമ്മാനെയാണെങ്കിൽ നാളെ കൊണ്ടുപോകാന്നും പറഞ്ഞു. എനിക്ക് അതൊന്നും അറിയില്ല. എനിക്ക് പോയേ പറ്റൂ. പിന്നെ നീ ഒറ്റയ്ക്ക് പോവോ? ഞാൻ ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോട്ടെ? ഞാൻ എങ്ങനെയാ നിങ്ങളില്ലാണ്ട് ഒറ്റയ്ക്ക് പോവുക? അതൊരു മര്യാദയാണ്. ഒന്നുമില്ലെങ്കിലും കല്യാണമൊക്കെ അല്ലേ, പോയി കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടേ? ഈ ശനിയാഴ്ച ആകട്ടെ എന്ന് പറഞ്ഞിട്ട് ഉമ്മ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ പറ്റില്ല, നിന്റെ കൂടെ അങ്ങോട്ട് പോകണം, നിന്റെ മാമന്റെ വീട്ടിലേക്ക് പോകണം പറഞ്ഞ പിന്നെ ഉമ്മാന്റെ വായിലുള്ളത് കേൾക്കേണ്ടി വരും. എനിക്കെന്തായാലും പോയേ പറ്റൂ. നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പിന്നെ എപ്പോഴെങ്കിലും പോയി. എന്നാ പിന്നെ ഉമ്മാനെയും കൊണ്ട് വേറെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോകാം. എന്തായാലും കാലുവേദനയായില്ലേ, അതിപ്പോ അത്ര കാര്യമൊന്നും അല്ല. എന്തായാലും നീ മാമന്റെ വീട്ടിലേക്ക് പോകാൻ റെഡി ആയിക്കോ. ഇനിയിപ്പോ ഉമ്മാന്റെ അടുത്ത് ഈ നേരത്ത് പോയി പറയാൻ നിൽക്കണ്ട. എന്തായാലും രാവിലെ ആവട്ടെ, രാവിലെ പറയാം. അല്ലെങ്കിൽ ഇനിയിപ്പോ രാവിലെ പറഞ്ഞാൽ മതി.
എവിടെ അവൻ ഇനിയും റെഡിയായില്ലേ അവൻ? നേരത്തെ പോയ മഴ വരുന്നതിന് മുമ്പിട്ട് ഇങ്ങോട്ട് എത്തായിരുന്നു. നല്ല തിരക്കുണ്ടാവും ഡോക്ടറിൻ്റെ അവിടെ. അമ്മ ഞങ്ങളെ എന്താ ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ടിരിക്കണേ, എവിടേക്ക് പോകാനാണ്? നീയല്ലേ പറഞ്ഞത് ഇന്ന് ശനിയാഴ്ച ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്? അതാണ് ഞാൻ വേഗം റെഡി ആയത്. അത് പിന്നെ ഉമ്മ അവൾക്ക് ഇവളുടെ വീട്ടിലേക്ക് പോകണമെന്നാണ് പറയണത്. ഇവളുടെ മാമാന്റെ മകളുടെ കല്യാണമാണല്ലോ അടുത്ത ആഴ്ച. അപ്പൊ ഒന്ന് അതുവരെ പോകണമെന്നാ പറയണത്. അപ്പൊ ഇവൾക്ക് ഇന്ന് ലീവാണല്ലോ. അപ്പൊ ഇന്നൊന്ന് പോയിട്ട് വരാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. നമ്മൾക്ക് വേറെ ഒരു ദിവസം പോയാൽ പോരെ ഹോസ്പിറ്റലിലേക്ക്? വൈകുന്നേരം ആകുമ്പോഴേക്കും വരും, അധികം താമസിക്കൊന്നുമില്ല. പിന്നെ ഉമ്മ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേ, അതൊന്ന് അരക്കാനായിട്ടോളെ. എന്നാ ശരി, പോയിട്ട് വരാം. ഒന്ന് നിൽക്ക്. എനിക്ക് നല്ല വേദനയുണ്ട് മുട്ടുംകാലേ, അതും വെച്ചിട്ട് നടക്കാനേ വയ്യേ, രാത്രി ഉറക്കവുമില്ല. എന്നാ പിന്നെ എന്റെ മകൻ ഒരു കാര്യം ചെയ്യ്, നിന്റെ താത്ത റസിയില്ലേ, അവളുടെ വീട്ടിൽ എന്നെ കൊണ്ടാക്കിത്ത. അവളാകുമ്പോ എന്നെ കുറെ ആയി വിളിക്കണം, ഉമ്മ വാ 2 ദിവസം ഇരിക്കി 2 ദിവസം ഇരിക്കുന്നു. ഞാൻ അവിടെ നിന്ന് പോകാൻ കൂടാണ്ടാണേ. അപ്പൊ എന്തായാലും നീ ഇനി പോകുകയല്ലേ, ആ വഴിക്കല്ലേ പോണത്, എന്നെ അവിടെ ഇറക്കി വിട്. എന്നാ പിന്നെ ഞാൻ അവളുടെ വീട്ടിന്റെ അടുത്തല്ലേ ആരും ഡോക്ടർ, ആ ഡോക്ടറിനെ കാണിച്ചോളാം. പിന്നെ 2 ദിവസം അവിടെ ഇരുന്നിട്ടേ മുട്ടുംകാല വേദനയൊക്കെ മാറിയിട്ട് ഇങ്ങോട്ട് വരാം. എന്നാ പിന്നെ വരി, താത്താനെ കുട്ടി കൊണ്ടാക്കാം. നോക്കി നിങ്ങളിവിടെ വരും. എന്തിനാ വിളിച്ച്? ഉമ്മ താത്താന്റെ വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാലേ പിന്നെ വീട്ടിലത്തെ പണികളൊക്കെ ആരാ ചെയ്യുക? എനിക്ക് ജോലിക്ക് പോകണ്ടേ? ഇവിടെ ഉമ്മ പണി ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ ജോലിക്ക് പോണത്. എന്നെ കൊണ്ടാകില്ല ഇവിടുത്തെ പണികളും ജോലിക്ക് പോക്കും ഒക്കെ കൂടിയിട്ട്. അതും ശരിയാണല്ലോ, ഞാൻ അത്രയ്ക്ക് ഓർത്തില്ല. ഉമ്മാനെ ഒന്നും താത്താന്റെ വീട്ടിൽ ഇരിക്കാൻ വിടാൻ പറ്റില്ല. എന്തായാലും ഞാൻ കൊണ്ടാക്കാന്ന് പറഞ്ഞില്ലേ, എന്തായാലും 2 ദിവസം തന്നെയല്ലേ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. എന്നാ ശരി, 2 ദിവസമല്ലേ, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഫുഡൊക്കെ ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങുള്ളൂ കേട്ടോ. എന്നെ കൊണ്ടാവില്ല ഇവിടെ വെക്കാനൊന്നും. ഇവിടെ ഭക്ഷണവും വെച്ച് എനിക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റില്ല. പിന്നെ ഇന്ന് സമയം കളയാൻ നിൽക്കട്ടെ, എനിക്ക് ഉമ്മാനെ താത്താന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം നിന്റെ മാമാന്റെ വീട്ടിലേക്ക് പോവാണെങ്കിൽ. ഇവിടെ നിൽക്കും തോറും വൈകും, വേഗം റെഡിയാകും. ഉമ്മ എന്നാ പിന്നെ പോവാ, ഡ്രസ്സൊക്കെ എടുത്തില്ലേ? വരും.